എല്ലാവർക്കും നമസ്കാരം. പൊന്നൂസ് റിയൽ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണോ? സുഖമായിട്ടിരിക്കുന്നോ? ആർക്കും അസുഖമൊന്നും ഇല്ലല്ലോ അല്ലേ? ദൈവം അനുഗ്രഹിക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതുപോലെ തിരിച്ചും എന്നെയും അനുഗ്രഹിക്കട്ടെ, എൻ്റെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ, നിങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്നിപ്പോൾ ഈ കുക്ക് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാധാരണ നമ്മുടെ സാമ്പാർ നമ്മൾ വയ്ക്കില്ല. അത് ഞാൻ നേരത്തെ എപ്പിസോഡിൽ പറയുന്നത് പല സ്ഥലത്തും പല രീതിയിൽ എല്ലാവരും സാമ്പാർ വയ്ക്കുക. ഇത് പൊന്നൂസ് സാമ്പാർ എന്നേ ഞാൻ പറയുള്ളൂ. ഇത് എൻ്റെ സാമ്പാറാണ്. ഇതെല്ലാവരും വെക്കുന്നൊരു സാമ്പാറല്ല ഞാൻ വയ്ക്കുന്നത്. അതുപോലെയൊക്കെയുള്ള സാമ്പാർ ഞാൻ വയ്ക്കും. പക്ഷേ ഈ സാമ്പാറിനോട് എനിക്കൊരു പ്രത്യേക ഒരു ഇഷ്ടമാണ്. കാരണം നമ്മളൊക്കെ സാധാരണ സാമ്പാറിൽ വാളംപുളി, തക്കാളി ഇങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഞാനതല്ല. ഞാനതിനകത്ത് നമ്മൾ സാധാരണ നമ്മൾ ഈ നമ്മൾ നമ്മുടെ എരിശ്ശേരി എന്നൊക്കെയാണ് പേര് വരുന്നത്. അവിയൽ വെക്കുമ്പോഴല്ലേ മാങ്ങയൊക്കെ കൂടുതൽ ഉപയോഗിക്കുക. പക്ഷെ ഞാൻ വെക്കുന്ന ഈ സാമ്പാറിൽ ഞാൻ ഇച്ചിരി മാങ്ങ ചേർക്കാൻ പോകുന്നത്. മാങ്ങ ചേർത്തിട്ട് നമുക്ക് ഈ സാമ്പാർ എങ്ങനെ ഇരിക്കും നമുക്ക് നോക്കണ്ടേ, ടേസ്റ്റ് നോക്കണ്ടേ. ചിലർക്കത് ഇഷ്ടപ്പെടാം, ചിലർക്കത് ഇഷ്ടപ്പെടാതെ ആവാം. പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഇഷ്ട വിഭവം ഞാൻ കണ്ടെത്തിയൊരു സാമ്പാറാണ്. അപ്പോൾ അത് പ്രേക്ഷകർക്കൂടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതിൽ വേണ്ട ഒന്നുമില്ല. ഞാൻ ഇതിനകത്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഇൻഗ്രീഡിയൻസ് അങ്ങനെ സാമ്പാറിന് വേണ്ട കഷ്ണങ്ങളൊന്നുമില്ല. തൽക്കാലം നമുക്ക് ഒരു പെട്ടെന്നൊരു സാമ്പാർ വെക്കണം തോന്നുവാണെന്ന് വിചാരിക്കും. സാമ്പാർ വെക്കാൻ മുരിങ്ങക്കായില്ല. മുരിങ്ങക്കായുണ്ട്, വെണ്ടക്കയില്ല. വെണ്ടക്കയുണ്ട്, കിഴങ്ങില്ല. കിഴങ്ങുണ്ട്, ക്യാരറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിക്കുമോ ഇതൊന്നുമില്ല, എങ്ങനെ സാമ്പാർ വയ്ക്കാം? ഉള്ള കഷ്ണം വെച്ച് നമുക്ക് സാമ്പാർ വയ്ക്കാം. ഉള്ള എന്താ കഷ്ണമായിട്ടുള്ള സാമ്പാറിനകത്ത് പറ്റിയ കഷ്ണങ്ങൾ എന്താ ഉള്ളത്? ഇപ്പോൾ വെള്ളരിക്കയില്ലേ? വേണ്ടെന്നേ. കുമ്പളങ്ങയില്ല? വേണ്ടെന്നേ. ഇതൊക്കെ ആര് വേണമെന്ന് പറഞ്ഞു? ഇതില്ലാതെ നമുക്ക് സാമ്പാർ വയ്ക്കാം. അങ്ങനെ ഒരു സാമ്പാറാണ് ഞാൻ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ചില സമയങ്ങളിൽ ഞാൻ രാവിലെ വല്ല ഇഡ്ഡലിയോ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ എൻ്റെ ഈ പൊന്നൂസ് സാമ്പാർ ഞാൻ പേരിട്ടേക്കുന്ന എൻ്റെ പേര് തന്നെ അങ്ങ് ഇട്ടേച്ചു. കാരണം എൻ്റെ കറികൾക്കെല്ലാം ഞാൻ തന്നെയാണല്ലോ ഗ്യാരണ്ടി. നമ്മുടെ ഈ കുക്കറി ഷോയുടെ പേര് തന്നെ എന്തുവാ? പൊന്നൂസ് റിയൽ ടേസ്റ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിനകത്ത് കള്ളത്തരമില്ല, ജാടയില്ല, എന്താ പറയുക, അങ്ങനെ ഒരു കാര്യങ്ങളുമില്ല. അപ്പോൾ സത്യസന്ധമായിട്ട് നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് നിന്നുകൊണ്ടാണ് ഞാനിത് സംസാരിക്കുന്നതും പറയുകയും ചെയ്യുന്നത്. പിന്നെ കുക്കിംഗ് പഠിക്കാത്ത പിള്ളേർ, കുക്കിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാ എപ്പിസോഡും ഞാൻ പറയുന്നതാണ്. പക്ഷേ ഈ സാമ്പാർ ആരും വെച്ചിട്ടുണ്ടാവില്ല, അതിന് ഞാൻ ഉറപ്പ് പറയാം. അതെനിക്ക് പറയാം. കാരണം അത് സാമ്പാർ എല്ലാവരും വയ്ക്കും, പക്ഷേ ഈ സാമ്പാർ ആരും വെച്ചിട്ടുണ്ടാവില്ല, അതെനിക്ക് ഉറപ്പാണ്. അത് ഞാൻ കണ്ടെത്തിയ സാമ്പാർ, അതുകൊണ്ടായി പറയുന്നത്. ആരും വെച്ച് കണ്ടോ? ഞാനങ്ങനെ വേറൊരിടത്ത് ഞാൻ ഷൂട്ടിങ്ങിന് പോകുന്നതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിലൂടെയും ഒരുപാട് ജില്ലകളിൽ, എറണാകുളം, ഇപ്പം ഞാൻ താമസിക്കുന്ന എറണാകുളത്താണെങ്കിലും ട്രിവാൻഡ്രം, കൊല്ലം, കോഴിക്കോട്, കാസർഗോഡ്, തൃശ്ശൂർ, എല്ലാ സ്ഥലത്തും ഞാൻ ഷൂട്ടിങ്ങിന് പോലുള്ള ഒരാളാണ്. കേരളത്തിൻ്റെ പുറത്ത് ചെന്നൈയിലെ സാമ്പാറിന് അവരുടെ ഡിഫറൻറ്റ് സാമ്പാറാണ്. സാമ്പാറിനെ പറ്റി പറഞ്ഞാൽ അവരുടെ സാമ്പാർ ഉള്ളി സാമ്പാറുണ്ട്, പരിപ്പ് സാമ്പാറുണ്ട്, അങ്ങനെ ഒരുപാട് ഡിഫറൻറ്റ് സാമ്പാറാണ് അവർ ഉപയോഗിക്കുക. നമുക്ക് സാധാരണ നമ്മുടേതായ ഒരു സ്റ്റൈലിൽ, കേരള സ്റ്റൈലിൽ എല്ലാവരും സാമ്പാർ വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാമ്പാർ എങ്ങനെ വെക്കണം നമ്മളാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ദിവസം ആക്ച്വലി നോക്കുമ്പോൾ ഒരു ദിവസം നോക്കുമ്പോൾ ഉണ്ട് ഇത് തക്കാളിയില്ല. തക്കാളിക്ക് പകരം നമുക്ക് എന്ത് ചേർക്കാൻ പറ്റും? പുളി. അങ്ങനെ ആലോചിച്ചു. വാളംപുളി നമുക്ക് ചേർക്കാം. സാമ്പാർ നമ്മൾ വാളംപുളിയും ചേർക്കാറുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് മാങ്ങ ചേർത്തുകൂടാ? അങ്ങനെ ഒരു പരീക്ഷണം അങ്ങ് നടത്തി. ഹോണ്ടത്തെ അതങ്ങോട്ട് വിജയിച്ച്. അതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ട്. അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്കൂടെ എന്തെങ്കിലും ഇത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ആദ്യം വയ്ക്കാൻ പോകുന്നത് വേണ്ട കുക്കർ. അത് ലേശം പരിപ്പിട്ടിട്ടുണ്ട് ഞാൻ, ഒരു കുറച്ച് പരിപ്പ്. കാരണം കഷ്ണങ്ങൾ വേണ്ട, ഇതൊക്കെ ഉള്ളൂ കഷ്ണങ്ങൾ. കഷ്ണങ്ങൾ കണ്ട അത് വേറെ ഇൻഗ്രീഡിയൻസ് പറയാന്ന് വെച്ചാൽ ആദ്യം ഞാൻ പരിപ്പിട്ടു കുറച്ച്. ഇത്രയും സാധനങ്ങളേ ഉള്ളൂ. ഉണ്ട്. ഇതിനകത്ത് മുരിങ്ങക്കായില്ല, വെള്ളരിക്കയില്ല, ഒന്നുമില്ല. ഞാൻ ഇപ്പോൾ ചേർക്കാൻ പോകുന്നുണ്ട് വെണ്ടയ്ക്ക, കോവയ്ക്ക, ഇത് കിഴങ്ങ്, സവോള, ക്യാരറ്റ്, തക്കാളി, ഈ
ഈസി ഇത് ഈ കറി വെക്കാൻ നമുക്ക് വളരെ നിസ്സാര സംഭവം. ഇതെന്നറിയാം, മാങ്ങയാണ്. പിന്നെ ഇത് ലേശം നമ്മൾ ഉപ്പിട്ട് കഷ്ണത്തെ പിടിക്കാൻ വേണ്ടി നമ്മൾ ലേശം ഉപ്പ് ഇട്ട് വേണം നമ്മൾ വേവിക്കാൻ. നിങ്ങൾ നോക്കുന്നുണ്ട് എൻ്റെ ഞാൻ പൊന്നം ചേച്ചി മാങ്ങ ഇട്ടില്ലല്ലോ. ലേശം നമ്മൾ ആ കഷ്ണം വേകാനായിട്ട് ലേശം വെള്ളം ഒഴിച്ചു, ലേശം ഒഴിച്ചുള്ളൂ. കാരണം പരിപ്പും ഉണ്ട്. അതിന് ഏറ്റവും അടി പരിപ്പാണ് ഇട്ടേക്കുന്നത്. ഏറ്റവും അടി പരിപ്പ് കിടപ്പുണ്ട്. അതിൻ്റെ മേലിലാണ് ഞാനിതെല്ലാം ഈ സാധനങ്ങളൊക്കെ. അത് വെള്ളരിക്കയില്ല, മത്തങ്ങയില്ല, പിന്നെ എന്താ പറയണേ, മുരിങ്ങക്കോലില്ല, ഒന്നുമില്ല. എല്ലാത്തിൻ്റെ മേലെ കണ്ടേ മാങ്ങ ഇട്ടു. മാങ്ങ ഞാൻ ഏറ്റവും മേലിലിട്ടു. കാരണം വെച്ചാൽ മാങ്ങ പുളിയുള്ള സാധനമാണ്. ചിലർക്ക് പുളി പിടിക്കത്തില്ല. അത് കുശുമ്പന്മാരുണ്ട് ഈ പച്ചക്കറിയിൽ. ചില സാധനത്തോട് ചിലത് ചേരാൻ ഭയങ്കര കുശുമ്പ് കാണിക്കും. ചില ആൾക്കാർ, ചില കഷ്ണങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ആ മാങ്ങ ആർക്കും ദോഷമില്ലാതെ മേലിലങ്ങ് ഇട്ടു. കുക്കർ അടച്ചു, സ്റ്റൗ കത്തിച്ചു, കുക്കർ അടുപ്പ് വെച്ചു. 2-3 സ്കീം അടിക്കും. ആ കഷ്ണം അങ്ങോട്ട് വേകും. വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അതിനകത്ത് ചേർക്കാൻ പോകുന്ന എൻ്റേതായ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്ന മുളക് പൊടി, മല്ലിപ്പൊടി, ഉലുവ ഞാൻ പൊടിച്ചതല്ല, പൊടിക്കകത്ത് പിന്നെ കായപ്പൊടി എല്ലാം കൂടെ ചേർത്തിട്ട് നമ്മൾ കടുക് വറുക്കും. ലാസ്റ്റ് അതിൽ മൂപ്പിച്ചിട്ട് സാമ്പാർ റെഡി. ഇത്രയും ഇത് പറയുമ്പോൾ നമുക്ക് ചെയ്തപ്പോൾ കണ്ടു എന്താ പറഞ്ഞാൽ നമ്മൾ സാമ്പാറിൻ്റെ ഒരു കാര്യങ്ങൾ നമുക്ക് റെഡിയായി അല്ലേ. സാമ്പാർ വെച്ച കൂട്ടത്തിൽ ഒരു കാര്യം പറയാൻ എൻ്റെ ഓർമ്മയിൽ എനിക്ക് വരുന്നത്, ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ ഒരു പടത്തിനകത്ത് അമ്പിളിച്ചേട്ടൻ്റെ ഒരു വിശേഷം ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ അമ്പിളിച്ചേട്ടൻ്റെ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പടം, കൺമഷി പടം, ഇവിടെ പാലക്കാട് ഷൂട്ട് നടക്കുക. ആ സമയത്ത് എന്തായാലും കഷ്ണം വേഗം സമയം എടുക്കും. അപ്പോൾ പിന്നെ നിങ്ങളോട് എന്തെങ്കിലും ഒന്ന് ചുമ്മാ ഇങ്ങനെ നിൽക്കുക. അപ്പോൾ എന്തെങ്കിലും വിശേഷം പറയാമെന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ പറയാമെന്ന് വിചാരിച്ച് പറയുന്ന. അപ്പോൾ ഞാൻ അമ്പിളിച്ചേട്ടൻ്റെ പേരായിട്ട് അതിനകത്ത്. അപ്പം അമ്പിളിച്ചേട്ടൻ അതിനകത്ത് പിന്നെ ഞങ്ങളെ കുടുംബത്തിൽ, നിങ്ങളെ പടം കണ്ടുണ്ടാവും. ആ കുടുംബത്തിലെ അമ്മായി അമ്മാവനും ഞങ്ങൾ. അപ്പോൾ ഈ അമ്മായിയാണ് മുഴുവൻ തിരുക്ക് വെച്ച് കൊടുക്കുന്നത്. അമ്മയെ വന്നിച്ച് പറയും അവിടെ അവനെ അങ്ങനെ ഇവന് ഇങ്ങനെയാന്നൊക്കെ. ആണോടി, ആഹാ. ഈ ഭാര്യ പറയുന്നതായിട്ട് ഭർത്താവ് അങ്ങ് എടുത്തിയാണ്. എന്നിട്ട് പോയി കുറച്ചുമ്പോൾ വഴക്കിടും. കഥയിൽ ലാസ്റ്റ് മനസ്സിലാവും ഈ ഭാര്യ പറയുന്നതെല്ലാം പ്രശ്നമാണ്. ഇത് സത്യസന്ധമായ കാര്യങ്ങൾ വേറെയാണ്. ഈ ക്യാരക്ടർ അപശ്രമെന്ന് പറയും. അങ്ങനെ പുള്ളി ടെൻഷൻ അടിച്ച് അടുത്ത് അഭിനയിക്കുന്നൊരു സീനാണ്. ഇപ്പോൾ ഒരു സ്വിമ്മിങ് പൂളിൻ്റെ അരികിലാണ് ഇതിട്ട് വെച്ചിരിക്കുന്നത് സീന്. അപ്പോൾ ഞാൻ ചെയ്യുന്ന അമ്പിളിച്ചേട്ടൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ എന്ത് പറഞ്ഞാലും പറയും. നിങ്ങൾ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് 100 പവനും 50 പട്ടുസാരിയായിട്ട് ഞാൻ ഈ വീട്ടിൽ വന്ന് കയറുതാ. ഇപ്പം എനിക്ക് എന്നാ ഉള്ളത് എപ്പോഴും ഈ സ്ത്രീ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. എന്ത് പറഞ്ഞാലും ഭർത്താവിന് നാവ് അടയ്ക്കുന്ന ഈ ഡയലോഗ് പറഞ്ഞുകൊണ്ടാ. ഭർത്താവ് എൻ്റെ അക്ഷരം വേണ്ടത്തില്ല. ആ പടത്തിൽ എനിക്കൊരു 5-6 പ്രാവശ്യം പറയുന്നുണ്ട്, എപ്പോഴും പറയുന്നുണ്ട്. കേസില്ല വക്കീല എൻ്റെ ഭർത്താവ് അതിനകത്ത്, ജഗതി ശ്രീകുമാർ അഭിനയിച്ച ക്യാരക്ടർ. നെടുമുടി വേണുവിൻ്റെ വീട്ടിൽ ഞങ്ങൾ വന്ന് താമസിക്കുന്നതായിട്ടാണ്. അതിനകത്ത് നമ്മുടെ വിനീത് കുമാർ, ഇപ്പോൾ പുള്ളി ഡയറക്ടറൊക്കെ ആയി ഇൻഡിപെൻഡൻ്റ് ആയിട്ട്. നായകൻ നിത്യദാസ്, എൻ്റെ കലാഭവൻ മണി, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരുപാട് താരങ്ങളുണ്ട്. അത് ടി വിയിൽ എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന പടമാണ് ഈ പറയുന്ന കൺമഷി എന്ന് പറഞ്ഞ പടം. അപ്പോൾ അങ്ങനെ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഇവിടെ ഇങ്ങനെ ഇട്ടു. ഉടനെ ഞാനുടനെ ഇതുപോലെ വരിക. അപ്പോൾ ഭർത്താവ് അറിഞ്ഞു എല്ലാ വിവരങ്ങളും. ഈ ഭാര്യ പ്രശ്നക്കാരിയാണ്, ഇവളാണ് പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്നത്. ഞാൻ വെറുതെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് പറയുമ്പോൾ എൻ്റെ വരവ്. നിങ്ങളവിടെ എന്തോന്നിട്ടിരിക്കുക മനുഷ്യ, കുറേ നേരമല്ലോ നിൽക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറയും. നീ കൂടുതൽ വർത്തമാനം. അന്നാണ് ഭർത്താവ് ആദ്യമായിട്ട് പൊട്ടിത്തെറിക്കുന്നത് എൻ്റെ നേരെ. ഭർത്താവ് ജഗതിയുടെ ക്യാരക്ടർ, നീ കൂടുതൽ സംസാരിക്കരുത്, നിന്നെ ഞാനുണ്ടല്ലോ അങ്ങനെ ആക്കി കിടക്കും. ഇവർ അന്തം വിട്ട് നിൽക്കും. ഇതുവരെ ഞാൻ ശബ്ദത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നത് അപ്പോൾ ഇയാൾ ഭാവമായിട്ട് തന്ന ഭർത്താവ് ഇതിപ്പോൾ ഈ ഭാര്യയുടെ നേരെ നോക്കി ഷൗട്ട് ചെയ്യുന്നു. ഉടനെ എൻ്റെ ക്യാരക്ടർ പറയും, നിങ്ങളെന്താ പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ എന്ന് പറയും. എനിക്ക് നിന്നെ പേടിയൊന്നുമില്ല, നീ ഒറ്റ എടുത്തിയാണ് ഇവിടെ ഇതെല്ലാം ഒപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ കൂടുതൽ വർത്തമാനമൊന്നും പറയണ്ട, ഞാൻ ഈ വീട്ടിലെ 100 പവനും 50 പട്ടുസാരിയായിട്ട് ഈ വീട്ടിൽ വന്ന് കയറുതാ, എനിക്കിപ്പോൾ എന്നാ ഉള്ളേ എന്ന് ഇവർ ഇങ്ങനെ കളിയാക്കി ഒരു ഗോഷ്ഠിയോടെ ചോദിക്കും. ആ സീക്വൻസ് നമ്മൾ അഭിനയിക്കുമ്പം എന്നോട് ഡയറക്ഷൻ നമ്മുടെ VM ബിനുവാണ്. എന്നെ കോമഡിയിലോട്ട് ഫസ്റ്റ് കൈപിടിച്ച് കൊണ്ടുവന്ന പടമാണ് കൺമഷി. അതുകൊണ്ട് എനിക്ക് വളരെ അഭിമാനപൂർവ്വം പറയാം, കോമഡിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ വലതുകാലം വെച്ച് ഇറങ്ങൂലേ എന്ന് പറഞ്ഞാൽ ഇറങ്ങിയ പടമാണ്. അപ്പം ഞാൻ അഭിനയിച്ച പടമാണ് കൺമഷി. തുടക്കം എൻ്റെ ഹ്യൂമർ തുടക്കം മൂവിയിൽ. അങ്ങനെ വിനിസാറെന്ന് പറഞ്ഞേ. അപ്പോൾ നമ്മൾ സ്വിമ്മിംഗ് പൂളിൻ്റെ ആഴം എന്ന് പറയാൻ 7 അടി
6 അടി, 5 അടി, 4 അടി, 3 അടി, 2 അടി, 1 അടി, ഇങ്ങനെയാണല്ലോ ഇതിൻ്റെ കണക്ക്. സ്വിമ്മിംഗ് പൂളിൻ്റെ വലിയ പൂളുകളൊക്കെ. അപ്പം ഞങ്ങൾ ഈ കൺമഷി എന്ന് പറഞ്ഞൊരു പടം, പിന്നെ പവിഴം ജൂലിയറുടെ വീട്, ഭയങ്കര വീടാണ്. സ്വിമ്മിംഗ് പൂളും കിണറും. അയാളുടെ വീട് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ സത്യം പറഞ്ഞ് ഞാനൊക്കെ ഇങ്ങനെ അന്തം വിട്ട് പോയിട്ടുണ്ട്. ഇപ്പം പിന്നെ അതുപോലെ വീടൊക്കെ വരാൻ തുടങ്ങി. അന്നത്തെ കാലഘട്ടത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്ത് ഭർത്താവ് മദ്യപിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഈ വരവ്. അപ്പോൾ എൻ്റെ അടുത്ത് വിനിസാർ പറഞ്ഞു, 50 പവനും പട്ടുസാരി എന്ന് പറയുമ്പോൾ അമ്പളിച്ചാൽ കാലിട്ട് ഒറ്റ ചവിട്ടും. ആ ചവിട്ടിൽ പൊന്നമ്മ സ്വിമ്മിംഗ് പൂളിൽ വീഴണം. അപ്പം എന്നോട് ചോദിച്ചു, നീന്തൽ അറിയാമെന്ന് ചോദിച്ചു. ആസ്വദിച്ച് എനിക്ക് നീന്തൽ അറിയാമായിരുന്നു. കാരണം ഞാൻ നീന്തൽ പഠിച്ചിട്ടുണ്ട്. പിന്നെ എൻ്റെ വീട് പാലാ, ഭരണങ്ങാനം, കോട്ടയം ഏരിയ. അതുകൊണ്ട് മീനച്ചിലാറാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീന്തി നല്ല ശീല. നാടൻ നീന്തൽ ഒഴുക്കിനനുസരിച്ച് നീന്തുക എന്നൊക്കെ കേട്ടിട്ടില്ല. ഞാനൊക്കെ ഒഴുക്കിനനുസരിച്ച് നീന്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ വന്ന് നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നതും ഇങ്ങനെയൊക്കെ നിൽക്കാൻ പറ്റുന്നതും. കാരണം ഞാനൊക്കെ ഒഴുക്കിനനുസരിച്ച് നീന്തിയ ആൾക്കാരാണ്. അത് ചിലപ്പോൾ ഒരു പക്ഷേ അവിടെ നിന്ന് ഞാൻ പഠിച്ചതായിരിക്കും അത്, ഒഴുക്കിനനുസരിച്ച് നീന്താൻ. അപ്പം അത് എനിക്കറിയാം. പിന്നെ ഞാൻ നീന്തൽ പഠിച്ചിട്ടുണ്ട്. ബ്രസ്റ്റ് സ്ട്രോക്ക്, ഫ്രീ സ്റ്റൈൽ, ബട്ടർഫ്ലൈസ്, അങ്ങനെ കുറേ ഐറ്റം നീന്തൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഞാൻ കോമ്പറ്റീഷന് പോയിട്ടുണ്ട്. ഞാൻ കുറേ പ്രൈസ് വാങ്ങിയിട്ടുണ്ട്. ഇപ്പോഴല്ല കേട്ടോ. ഓഹോ, ഈ വണ്ണം വെച്ച് എങ്ങനെ നീന്തും, എങ്ങനെ സമ്മാനം മേടിക്കും, നിങ്ങളിപ്പോൾ ഒരു നിമിഷം ചിന്തിച്ചിട്ടുണ്ടാവും. ഇപ്പോഴല്ല, ഞാൻ 7ലും 8ലും ഒക്കെ പഠിക്കുന്ന സമയത്താണ് മത്സരത്തിന് പോയിട്ടുള്ളത്. അതൊക്കെ ക്രേസായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് നീന്താൻ അറിയാം, ചടിയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആഴമുള്ളിടത്തൊരു ക്യാമറ സെറ്റ് ചെയ്യാമല്ലോ. ഞാൻ പറഞ്ഞു ചെയ്തു. 7 അടി താഴ്ചയുണ്ട്. ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് നീന്തലറിയാം, ഞാനത് അഭിനയിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ന് വെച്ചാൽ ഈ നീന്തലിൻ്റെ അടുത്ത് അമ്പളിച്ചാനും വെള്ളം ഒടിച്ച് നിൽക്കുമ്പം ഈ ഭാര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ വരുന്നു. വന്ന് സംസാരിച്ച് കഴിയുമ്പോൾ ഇത് കറക്റ്റായിട്ടാണ് കുക്കർ കറക്റ്റ് സമയത്ത് മ്യൂസിക് ഇട്ട് തന്നു. ഞാൻ ആ സ്വിമ്മിംഗ് പൂളിലേക്ക് വീഴാൻ പോകുന്ന കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണ് കുക്കർ ഇങ്ങനെ കറക്റ്റ് സമയത്ത് മ്യൂസിക് ഇട്ടതാണ്. എന്നും പറഞ്ഞിട്ട് പേടിക്കും നമ്മളൊക്കെ ആ സീക്വൻസ്. പക്ഷേ ഇന്ന് ആ സീൻ അഭിനയിക്കുന്നു ഓർക്കാൻ എനിക്ക് പേടിയാണ്. അന്നത്തെ ഒരു ചങ്കൂറ്റവും ധൈര്യവും നമ്മൾ അപ്പം ചെയ്യുന്നൊരു തൻ്റെ ഇടം ഉണ്ടല്ലോ, അപ്പം കിട്ടുന്നത് അത് ഞാൻ എപ്പോഴും എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ എൻ്റെ സിനിമയിൽ ഞാൻ സ്ട്രെയിൻ എടുത്ത് പമ്പിളിച്ചാറിനായാലും മോഹൻലാലായാലും മമ്മൂട്ടിയായാലും ദിലീപായാലും ഒക്കെ സ്ട്രെയിൻ എടുത്ത് ചെയ്യുമ്പോൾ അവരന്നത്തെ ആ സ്ട്രെയിൻ എടുത്തങ്ങ് ചെയ്യുന്നത് ആ സക്സസ് ആകുന്ന അപ്പുറത്തെ അവരുടെ ദൈവാനുഗ്രഹം അവരുടെ ഉള്ളിലുള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ മമ്മൂക്കയൊക്കെ ചേർന്നകത്തും ഈ ദിലീപൊക്കെ കുഞ്ഞിക്കൂനായൊക്കെ ആയിട്ട് ഓരോ പടങ്ങൾ നമ്മൾ അഭിനയിച്ച് കഴിയുമ്പോഴേ ഇവരൊക്കെ എങ്ങനെ അഭിനയിക്കുന്നു. സാമ്പാറിൻ്റെ ഇങ്ങനെ മണം, ആ കഷ്ണത്തിൻ്റെ മണം ഇങ്ങനെ മസാല ചേർത്തിട്ടില്ല, പച്ചക്കറിയുടെ മണം ഇങ്ങനെ വരുന്നത്. ഞാൻ മേഘങ്ങൾക്കിടയിലൂടെ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്നത് പോയി. അപ്പോൾ നമ്മൾ ഒരു പ്രാവശ്യം ഞാൻ വിചാരിച്ചു ഞാൻ ഫ്ലൈറ്റിലാണോ എന്ന്. കാരണം ഫ്ലൈറ്റിൽ പോകുമ്പോഴാണ് നമ്മൾ ഈ മേഘങ്ങളുടെ ഭംഗിയൊക്കെ കാണുന്നത് കൂടുതലും. അപ്പോൾ ഈ ക്യാരക്ടർ എന്നോട് ചവിട്ടി. അപ്പോൾ ഞാൻ പറയില്ല കുഴപ്പമില്ല, ഞാൻ ചാടിക്കോളാം സാറേ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ഭാര്യ എന്ന് പറഞ്ഞ ക്യാരക്ടർ ഡയലോഗ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ അവിടെ ഒരു തിട്ടയുണ്ട്. ആ തിട്ടയുടെ അവിടെ നിന്ന് ഒരു കാല് നിന്നാലേ എനിക്ക് അമ്പളിച്ചേട്ടൻ ചവിട്ടി ചാടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അമ്പളിച്ചേട്ടൻ ടെൻഷനായി. അമ്പളിച്ചേട്ടൻ ഒന്നുകൂടെ അടിച്ചോട്ടെ കേട്ടോ, ഞാൻ 3 പറഞ്ഞു, ഒന്ന് നന്നായിട്ട് വെന്തോട്ടെ. അപ്പോൾ അമ്പളിച്ചേട്ടൻ ടെൻഷനായി. അമ്പളിച്ചേട്ടൻ പറഞ്ഞു ബിനീസിനോട്, ബിനുവേ പൊന്നമ്മ അങ്ങനെയൊക്കെ പറയും, പൊന്നമ്മക്ക് നീന്താൻ അറിയാമോ ഒന്ന് ചോദിച്ചു തരാം ഒന്നും കൂടി. ചിലപ്പോൾ പൊന്നമ്മ സീനിൻ്റെ ഇല്ല, പൊന്നമ്മയ്ക്ക് അറിയാമെന്നാണ് പറഞ്ഞേ അമ്പളിച്ചേട്ടാ എന്ന് പറഞ്ഞു. പിന്നെ അമ്പളിച്ചേട്ടൻ പറഞ്ഞാൽ ശരിയല്ലേ. അപ്പോൾ വിനിസാർ പറഞ്ഞു, പൊന്നമ്മ ചാടുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തെറ്റൊന്നും കണ്ടാൽ ചാടരുത്, കാരണം റീടേക്ക് എടുക്കാൻ പറ്റില്ല, നനയും കഴിഞ്ഞാൽ റീടേക്ക് എടുക്കാൻ പാടില്ല. കേട്ടാ സ്നേഹങ്ങൾക്കിടയിലൂടെ അങ്ങനെ. അപ്പോൾ അതിന് റീടേക്ക് എടുക്കാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞില്ല, ഞാനത് നോക്കി എടുത്തോളാം. അപ്പം ഞാൻ വരുവാ, നിങ്ങളെന്താ മനുഷ്യ എവിടെ നിൽക്കുന്നേ, അത് പറഞ്ഞോ ഇത് പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞാൻ എൻ്റെ ചവിട്ടുണ്ടായി. എനിക്ക് പൊസിഷൻ വെള്ളം നിൽക്കുക, എന്നാലും നമ്മൾ ചവിട്ടാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ഉണ്ട്, ഒത്തിരി അപ്പോൾ യൂണിറ്റും കംപ്ലീറ്റ്. രാത്രി നൈറ്റ് സീനാണ്. ഈ 7 അടി താഴ്ചയുടെ വന്ന് ഞാൻ തെറ്റൊന്നും അമ്പളിച്ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾ കൂടുതൽ വർത്തനമൊന്നും പറയണ്ട, ഞാനേ എൻ്റെ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ 100 പവനും 50 പട്ടുസാരിയായിട്ട് വീട്ടിൽ വന്ന് കയറുക. ഇപ്പം എനിക്ക് എന്നാ ഉള്ളതെന്ന് ഇങ്ങനെ പറയും. ഒറ്റ ചവിട്ടിൽ ഞാൻ സ്വിമ്മിംഗ് പൂളിൽ വീണു. സ്വിമ്മിംഗ് പൂളിൽ 7 അടി താഴ്ച ഞാൻ ചാടി. അവിടുന്ന് ഞാൻ പൊങ്ങി വന്നു. അവിടുന്ന് ഞാൻ നീന്തി വരുമ്പോൾ അമ്പളിച്ചേട്ടൻ, അപ്പോൾ ഞാൻ എന്നെ ചവിട്ടിയിട്ട് വരുമ്പോൾ അമ്പളിച്ചേട്ടൻ പറഞ്ഞ ഡയലോഗുണ്ട്, ദേണ്ട പോകുന്നു 100 പവനും 50 പട്ടുസാരി എന്ന്. അമ്പളിച്ചേട്ടൻ ആ തിയേറ്ററിൽ ഭയങ്കര ചിരി കിട്ടിയ സീനായിരുന്നു. അവിടുന്ന് ഞാൻ നീന്തി പൊങ്ങി നീന്തി വരുമ്പോൾ അമ്പളിച്ചേട്ടൻ പറയാം,
ഇവക്ക് നീന്താനും അറിയാവോ? നീന്താൻ അറിയാവോന്ന് ഭർത്താവ് വിചാരിച്ചില്ല. ഭർത്താവ് വിചാരിച്ചാൽ സ്വിമ്മിംഗ് പൂളിൽ പോയി അവിടെ തന്നെ അപ്പം തന്നെ തീരുന്നു ഭർത്താവ് വിചാരിച്ചു. ഭർത്താവിനെ കടത്തി വിടുന്ന ഭാര്യയായിരുന്നു. ഭാര്യ അവിടെ നീന്തി ഇപ്പം നിങ്ങളെ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ഭാര്യ നീന്തി വന്നിട്ട് ഭർത്താവ് നിനക്ക് ഇവക്ക് നീന്താനും അറിയാവോ എന്നും ചോദിച്ചൊരു സീരിയൽ അവിടെ അഭിനയിച്ചു കഴിഞ്ഞു. സെറ്റ് കംപ്ലീറ്റ് ഇങ്ങനെ ഭയങ്കരമായിട്ട് എന്നെ ക്ലാപ്പ് ചെയ്തു. അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ സാരിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ഞാൻ സാമ്പിളിച്ചേരം വന്നിട്ട് എന്നെ കൈ തന്നു. പൊന്നമ്മ നന്നായിട്ടുണ്ട്, പൊന്നമ്മയ്ക്ക് ടെൻഷൻ വളരെ റിസ്ക് പിടിച്ചൊരു സീനാണ് പൊന്നമ്മ അഭിനയിച്ചത്. ഈ സീൻ്റെ മുഴുവൻ ക്രെഡിറ്റും പൊന്നമ്മയ്ക്കാണ്. പൊന്നമ്മ കൊണ്ടുപോയി ഈ സീൻ, പൊന്നമ്മ കയ്യിൽ കൊണ്ടുപോയി സാമ്പിളിച്ചേരൻ എൻ്റെ അടുത്ത് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറി തലയൊക്കെ തോർത്തി വന്നപ്പോൾ പിറ്റേ ദിവസം ഞാൻ പിറ്റേ ദിവസം അന്ന് ദിവസം ആ ഷൂട്ട് പായ്ക്കപ്പായി. പിറ്റേ ദിവസം ഞാൻ സെറ്റിൽ വന്നപ്പോൾ അമ്പിളിച്ചേരൻ പറഞ്ഞേ ഒന്നേ ഡെഡി കസേരയിട്ട് ഞങ്ങൾ എല്ലാവരും അടുത്തിരിക്കുക. ഇന്നലെ കുറേ പേർക്ക് നിരാശയായി. ഞാൻ ചോദിച്ചു എന്താ വിളിച്ചേട്ടാ? ഒത്തിരി പേര് നിരാശപ്പെട്ടതല്ലേ? ഞാൻ പറയും എന്താ ഇന്നലെ ചെയ്ത സീൻ ശരിയാഞ്ഞിട്ടാ? അല്ല പൊന്നമ്മ, ഞാൻ വിനുവിൻ്റെ അടുത്ത് പറഞ്ഞു പൊന്നമ്മക്ക് നീന്തൽ അറിയാമെന്നൊക്കെ പറയും, പക്ഷേ വിശ്വസിക്കരുത്. പൊന്നമ്മ കുളത്തിൽ വീണ് സ്വിമ്മിംഗ് പൂളിൽ വീണ് പൊങ്ങി വന്നില്ലെങ്കിൽ പൊന്നമ്മയുടെ കുടുംബത്തിനോടും പൊന്നമ്മയുടെ മക്കളോടും നമ്മൾ സമാധാനം പറയണം. അതുകൊണ്ട് വിനു 3-4 പേരെ അവിടെ റെഡിയാക്കി നിർത്തിക്കും. പൊന്നമ്മ ചാടുന്ന കൂട്ടത്തിൽ പൊന്നമ്മ പൊങ്ങി വന്നില്ലെങ്കിൽ ചാടാൻ 4 പേര് റെഡിയാക്കി അവിടെ എന്താ പറയുക ഇതൊക്കെ തുണിയൊക്കെ ഇങ്ങനെ കെട്ടിട 4 മല്ലന്മാർ നിൽപ്പുള്ള കാര്യം ഞാൻ അറിയുന്നില്ല. അപ്പോൾ അവർക്ക് ചാടാൻ പറ്റിയില്ലെന്ന് ചേട്ടൻ പറഞ്ഞ. അപ്പോൾ ഭയങ്കര നിരാശയായിപ്പോയി, കഷ്ടമായിപ്പോയി. 4 പേര് അവിടെ നിൽപ്പുണ്ടായിരുന്നു. വിനോട് ഞാൻ ഏർപ്പാടാക്കിയതാണ് നേരെ. പൊന്നമ്മേനെ ഏഴടി താഴ്ച പൊന്നമ്മ തള്ളിയിട്ട് പൊന്നമ്മ കയറി ഉയർന്ന് വന്നില്ലെങ്കിൽ ചാടാൻ 4 പേര് റെഡിയായിട്ട് നിൽക്കും. പക്ഷേ പൊന്നമ്മ പുഷ്പം പോലെ പൊങ്ങി വന്നു. അത് അമ്പിളിച്ചേട്ടനോട് പറയുന്ന രീതിയൊക്കെ ഉണ്ട്. പൊന്നമ്മ പോലെ പുഷ്പം പോലെ അങ്ങോട്ട് കയറി വന്നു. പക്ഷെ നിന്നവന്മാർ നിരാശരായിപ്പോയി. പക്ഷെ ഞാൻ അറിയുന്നില്ല. ഞാനറിയാതെ അവിടെ അമ്പിളിച്ചേട്ടനും വിനുസിനും പിന്നെ അമ്പിളിച്ചേട്ടൻ പറഞ്ഞിട്ട് വിനു സാർ അവിടെ 4 മല്ലന്മാരെ റെഡിയാക്കി അവിടെ നിർത്തിയിരിക്കുക. മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ കൺമിഷി എന്ന് പറഞ്ഞ അവിടെ എൻ്റെ ജന്മത്തെ എനിക്ക് മറക്കാൻ പറ്റത്തില്ല. എങ്ങനെയുണ്ട്? നല്ല രസമുണ്ടല്ലേ? എന്ത് രസമല്ലേ ഇങ്ങനെ ഷൂട്ടിംഗ് വിശേഷമൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ സാമ്പാറോട് ഞാൻ കിടക്കട്ടെ. സാമ്പാറിന് ഏത് പരുവം? ഇത്തിരി ആദ്യമൊക്കെ കളയാം, കാരണം നമ്മൾ പറഞ്ഞതിന് കൂടുതൽ നമ്മൾ അടിച്ചായിരുന്നു. അപ്പോൾ ഓരോ കാര്യങ്ങളെ എന്നറിയാവോ പക്ഷെ ഇന്ന് എനിക്ക് ഓർക്കുമ്പോൾ പേടിയാവുക. ഞാൻ അങ്ങനെ ചാടിയോ എടുത്തോ എന്നൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് പേടിയാകാറുണ്ട് പല സീക്വൻസും. അങ്ങനെ നമ്മളിത് ഞാൻ ഒരു കഥ പറഞ്ഞപ്പോഴത്തേക്ക് വന്നപ്പോൾ ആ സാമ്പാർ കാര്യങ്ങൾ റെഡി. കണ്ട സാമ്പാർ റെഡിയായി, എല്ലാം നല്ല വെന്ത്. എന്താ എല്ലാം നല്ല വെന്ത് വന്നു. ഇനി നമുക്ക് ഇതിനകത്ത് കൂട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് സ്റ്റൗ കത്തിക്കുക. നമ്മൾ ചേർക്കാൻ പോവുക. ലേശം വെള്ളം കൂടെ വേണം, കുറച്ച് വെള്ളം കുറവുണ്ട്. അപ്പോൾ ഞാൻ ലാസ്റ്റ് കുറച്ച് വെള്ളം കൂടെ ചേർക്കാമെന്ന് വിചാരിച്ചു. എണ്ണ ചൂടായി വരുമ്പോൾ ഇച്ചിരി എണ്ണ അങ്ങനത്ത് ഒഴിക്കുക. എണ്ണ നമുക്ക് സാധാരണ കടുക് വറക്കാൻ നമുക്ക് എന്ത് മാത്രം എണ്ണ വേണം അത് കണക്കാക്കി, കാരണം നമുക്ക് ഈ മുളകൊക്കെ മൂപ്പിക്കാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് ചേർക്കും. നമ്മൾ ഒരു പാത്രത്തിനകത്തോട്ട് നമ്മൾ എന്നാ ചെയ്യും, നമ്മൾ ഇച്ചിരി മഞ്ഞൾപ്പൊടി, അത് എണ്ണ ചൂടാവട്ടെ. അപ്പോൾ ലേശം മഞ്ഞളിട്ടു, മല്ലിപ്പൊടി ഇട്ടു. സാമ്പാർ പൊടി ഞാൻ ഉണ്ടാക്കുന്ന പൊടി, ഞാൻ ഈ മറ്റുള്ള പൊടിയൊന്നും ഉപയോഗിക്കാറില്ല. സാമ്പാർ പൊടി എണ്ണ ചൂടായി വരുന്നുണ്ട്. മുളക് പൊടി എരിവൊക്കെ ആവശ്യാനുസരണം. കായപ്പൊടി, കായമൊക്കെ നമുക്ക് ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചാണ് ഞാനൊക്കെ കായം ചേർക്കുന്നത്. സാമ്പാറിന് നമ്മൾ കായം കുറച്ച് മുന്നേ കയറി നിൽക്കണമല്ലോ. നമ്മൾ കായം കൊടുത്തിട്ട് തുടങ്ങി പനയണം. കടുക് എന്നത്തെ പോലെ പറയുന്ന പോലെ കടുകിടുമ്പോൾ സൂക്ഷിക്കുക. കടുകിട്ടു, ഉലുവയിട്ടു, സാമ്പാറിന് ഇച്ചിരി ഉലുവയൊക്കെ മുന്നേ കയറി നിൽക്കുന്നതല്ല, ഇച്ചിരി ലേശം ഉലുവ കയറുന്നത് നല്ലതാണ്.
കറിവേപ്പില, ഉള്ളി, കറിവേപ്പില ഇട്ടു, ഉള്ളി ഇട്ടു, അങ്ങനെ താളിച്ചു. എനിക്ക് ഈ സാമ്പാർ വെച്ചാൽ കായം മുന്നിട്ട് നിൽക്കണം. ഇല്ല പിന്നെ നമ്മളതിൽ സാമ്പാർ വെക്കുന്നേ കായം. ഇതൊന്നുമില്ല, ഇത് നമ്മൾ അവിടെ ചേർത്തു, അരച്ച് വെച്ചു. നമ്മൾ വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഒരു ചാറ് കിട്ടാൻ വേണ്ടി ഞാൻ ഒന്ന് കത്തിച്ച് തടുപ്പിറ്റ് കത്തിക്കട്ടൊക്കെ പ്രശ്നം. സ്റ്റൗവും ചില നേരത്ത് പണി മുടക്കും. അത് തിളക്കട്ടെ. എന്താ ഇച്ചിരി വെള്ളം ഒഴിച്ചു, കാരണം സാമ്പാർ എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഒരു ഗ്രേവി ഇച്ചിരി വേണമല്ലോ. ഞാൻ ഇച്ചിരി വെള്ളം കുറച്ചാണ് വെച്ച്, കഷ്ണം വേഗമുള്ള വെള്ളം മാത്രം വെച്ചാൽ വെച്ച്. ഇതിപ്പോൾ ഒന്ന് ഇത് ചേർത്തു, സാമ്പാർ റെഡി. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഇഡ്ഡലിക്ക്, ദോശയ്ക്ക്, ചോറിനൊക്കെ നല്ലതാണ്. നമുക്ക് പെട്ടെന്ന് വെക്കാവുന്നൊരു സാമ്പാർ. ഇത് മൂത്ത് കണ്ട, നല്ലതായിട്ട് മൂത്തു. ഞാൻ അത് കണ്ട മുളകുപൊടി ഇട്ടു, മൂപ്പിച്ചു നന്നായിട്ട്. അതൊന്ന് തീ ഞാൻ സിമ്മാക്കിയിട്ടിരിക്കുക കേട്ടോ, എന്നിട്ടേ ഇടാവുള്ളേ. സാമ്പാർ മറ്റേ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് തിളച്ചു. സാമ്പാർ റെഡി. നോക്കട്ടെ, ഉപ്പും പുളിയൊക്കെ ഉണ്ടോ നോക്കട്ടെ. എനിക്ക് ഇച്ചിരി ഉപ്പ് വേണം, പുളിയൊക്കെ ഉണ്ട്. ഇങ്ങനെ സാമ്പാറുകൾ വെച്ച് നോക്കണേ, എന്നിട്ട് എന്നെ കാണാൻ പറയണം. ദേ സാമ്പാർ കാണിക്കാം. ഇങ്ങനെ നമുക്ക് സാമ്പാർ വയ്ക്കാമെന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. അപ്പോഴേ ഇതുണ്ടോ, ഇതാണ് സാമ്പാർ. സാമ്പാറിൻ്റെ പേരെന്താ? പൊന്നു സാമ്പാർ. ഞാൻ തന്നെ ഗ്യാരണ്ടിയാണ്, കാരണം ഞാൻ തന്നെ കണ്ടുപിടിച്ച സാമ്പാറാണ്. നമുക്കും അതും ഇതും ഇല്ലാതെ തന്നെ നമുക്ക് സാമ്പാർ വയ്ക്കാം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വിഭവമായി നമുക്ക് കാണാം. ബായ്.